ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. ഇന്നലെ കൊച്ചിയിൽ ഒരു അപകടം നടന്നിരുന്നു, രണ്ട് മേഴ്സിഡസ് ബെൻസ് കാറുകൾ തമ്മിൽ. പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം, ഈ രണ്ട് ബെൻസ് കാറുകളും ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി രണ്ട് സംഘങ്ങളെടുത്ത കാറുകളായിരുന്നു. ഈ ടെസ്റ്റ് ഡ്രൈവിനെടുത്ത രണ്ട് ടീമിന്റെയും ഭാഗ്യക്കേടുകൊണ്ട് ഈ രണ്ട് ബെൻസ് കാറും കൂട്ടിയിടിച്ച് കോടികളുടെ നഷ്ടമാണ് കമ്പനി ഇപ്പോൾ കണക്കാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം, അതായത് ശനിയാഴ്ച വൈകുന്നേരം 3:30 മണിയോടെയാണ് കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിലെ കേന്ദ്രീയ വിദ്യാലയ മൈതാനത്തിന് സമീപത്തെ റോഡിൽ ഈ ഒരു അപകടം നടക്കുന്നത്. ഈ രണ്ടു വാഹനങ്ങളിലായിട്ട് 4 പേരാണ് ഉണ്ടായിരുന്നത്. 3 യുവാക്കളും ഒരു യുവതിയും. അശ്വിൻ, ദീപക്, അതുപോലെ തന്നെ സൂരജ്, സച്ചിന്, പിന്നെ അനഘ. ഇങ്ങനെ 4 പേരായിരുന്നു ഈ രണ്ടു വാഹനങ്ങളിലായിട്ടുണ്ടായിരുന്നത്. അത് ഒരു കാർ ഓടിച്ചിരുന്നത് ഈ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ഈ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഒരു ബെൻസ് കാർ ഓടിച്ചിരുന്നത്. ഈ അനഘ ഓടിച്ചു വന്നത് ഒരു വളവ് തിരിഞ്ഞപ്പോൾ അവിടെ നിർത്തിയിട്ടിരുന്ന വേറൊരു വണ്ടിയിൽ തട്ടിയിട്ട് പിന്നെയാണ് അവിടുന്ന് മറുവശത്ത് നിന്ന് വരുന്ന മറ്റൊരു ബെൻസ് കാറുമായിട്ട് ഈ അനഘയുടെ ബെൻസ് കാർ കൂട്ടിയിടിക്കുന്നത്. അപ്പൊ അവിടെ കണ്ടിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത് അനഘ ഓടിച്ചിരുന്ന ബെൻസ് കാർ ഓവർ സ്പീഡിലായിരുന്നു വന്നത് എന്നാണ്. നെട്ടൂരിലെ ഷോറൂമിൽ നിന്നാണ് ഇവര് ഈ ഒരു ബെൻസ് കാറുകൾ രണ്ട് ടീമും എടുത്തിരുന്നത്. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി നെട്ടൂരിലെ ബെൻസിന്റെ ഷോറൂമിൽ നിന്നാണ് ഇവർ ഈ വാഹനങ്ങൾ എടുത്തത്. അവിടെ വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് കൂടുതലായിട്ടും ഈ ഒരു ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്ന ബെൻസ് കാറുകളെല്ലാം ഓരോരുത്തരുടെ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഇവരും അവിടേക്ക് കൊണ്ടുപോയത്. പക്ഷെ അവിടെ വെച്ച് വാത്തുരുത്തി റെയിൽവേ ഗേറ്റിന് സമീപം നോർത്ത് ഐലാൻഡ് ഭാഗത്തേക്ക് ഈ യുവതി ഓടിച്ചു വന്ന കാറ് KV സ്കൂളിന് സമീപം റെയിൽവേ ക്രോസിൽ എത്തിയപ്പോൾ റോഡരികിൽ കിടന്ന മറ്റൊരു കാറിനെ ഇടിച്ച ശേഷമാണ് വീണ്ടും ഈ യുവതി ഈ ബെൻസ് കാർ മുന്നോട്ട് നീക്കിയിട്ട് ടെസ്റ്റ് ഡ്രൈവിന് നടത്തിയിരുന്ന രണ്ടാമത്തെ ബെൻസ് കാറിൽ തട്ടിയത്. അങ്ങനെ കൂട്ടിയിടിച്ചിട്ട് ഈ രണ്ട് ബെൻസ് കാറും ഒന്ന് പൂർണ്ണമായിട്ടും മറ്റൊന്ന് ഭാഗികമായിട്ടും തകർന്നുപോയി. കോടികളാണ് അവിടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഇവർ 4 പേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. 4 പേരും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഈ അനഘ എന്ന് പറയുന്ന ആ ഒരു യുവതിക്ക് നേരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അവിടെ തൊട്ടടുത്തുള്ള കേന്ദ്രീയ വിദ്യാലയത്തിന് തൊട്ടടുത്താണ് ഈ ഒരു അപകടം നടന്നത്. പക്ഷെ ഇന്നലെ ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂൾ നേരത്തെ വിട്ടിരുന്നത്. അതുകൊണ്ട് ഒരു വൻ അപകടമാണ് ഇന്നലെ അവിടെ നിന്നും കേസിലായിട്ടുള്ളത്. എന്തായാലും ചെറിയ പരിക്കുകളോടെ ഇവര് രക്ഷപ്പെട്ടെങ്കിലും ഇവർക്ക് കിട്ടാൻ പോകുന്നത് നല്ല 8ന്റെ പണിയാണ്. കാരണം കോടികൾ വിലമതിക്കുന്ന 2 കാറുകളാണത്. അവിടെ നാളുടെ മുക്കിൽ നിന്നൊക്കെ ചോര ഉണ്ടായി. കുറെ പേര് ആൾക്കാർ കൂടി വണ്ടി വിളിച്ച് കയറ്റി വിട്ടു. വണ്ടി ഓടിച്ച ആൾ തന്നെ കസ്റ്റമറാണ്. പിന്നെ ഇപ്പുറത്തെ വണ്ടിയുടെ ടീംസ് ഉണ്ടായിരുന്നു. അല്ല, ഈ വണ്ടി ഓടിച്ചതാ ലേഡി. ആ വണ്ടി ഓടിച്ചത് ജെൻസൺ. ഈ വണ്ടി ആ വളവ് നേരെ സ്പീഡിൽ കയറി വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം വെച്ചാല് ഈ മറ്റേ വണ്ടി എന്നെ കവർ ചെയ്ത് പോയ വണ്ടിയാ. ആ വണ്ടി അധികം സ്പീഡ് ഉണ്ടായില്ല. മെഴ്സിഡസ് ബെൻസ് കാറുകൾ ആയതുകൊണ്ട് തന്നെ ഇനി ഇവർക്കെതിരെ കൂടുതൽ കേസുകൾ വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം രജിസ്ട്രേഷൻ പോലും ചെയ്യാത്ത പുതിയ 2 വണ്ടികളാണ്, ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കൊണ്ടുവന്ന പുതിയ 2 വണ്ടികളാണ് കൂട്ടിയിടിച്ചിട്ടുള്ളത്. എന്തായാലും ഇവര് ഒരു വലിയൊരു തുക തന്നെ ഇവര് 4 പേരും അവരുടെ കുടുംബം എല്ലാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.